ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നല്ലൊരു സമ്മർ ഈവനിങ് ആയിരുന്നു. ഇത് ലാസ്റ്റ് വീക്കിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനത് എഡിറ്റ് ചെയ്തൊക്കെ ഇത് ചെയ്യാനായിട്ട് ഇച്ചിരി സമയമെടുത്തു. അപ്പം നമ്മളുടെ ഒരു സമ്മർ ആയതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ടീ പാർട്ടി പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മുടെ ക്ലോസ് 2 ഫ്രണ്ട്സിനെയും ഫാമിലീനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞു കിളിക്കൂടാണേ. അപ്പോൾ സാറക്കുട്ടി വീഡിയോ എടുക്കുന്ന ചേച്ചിയുടെ പുറകെ എന്തൊക്കെയോ പറഞ്ഞിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ മുറ്റവും കെല്ലറൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ മാസം നമ്മളാണെങ്കിൽ തൊട്ടടുത്ത മാസം തൊട്ടപ്പുറത്ത് അമ്മച്ചിയായിരിക്കാം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. അപ്പം നമ്മളുടെ ചെറി പ്ലക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചെറി ട്രീയുടെ താഴെ ബെഞ്ചും 2 ബെഞ്ചും ചെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇത് ഒരുക്കിയത്. ഇത് നമ്മുടെ താഴത്തെ അമ്മച്ചിയുടെ വീടും അവിടെ ഒരു പട്ടിയുണ്ട്. ആ പട്ടീനെക്കുറിച്ച് എന്തൊക്കെയോ അവിടെ പറയുന്നതാണ് കണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ഹായ് ഹലോയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബേബിയുടെ അമ്മയും ബേബിയുടെ അമ്മയുടെ പേര് ദീപ എന്നാണേ. അപ്പോൾ ബേബിയുടെ പപ്പയെ വെയിറ്റ് ചെയ്തിരിക്കണേ. പപ്പ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ടില്ല, ബേബിയുടെ പപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ എതിരാളികളില്ലാതെ ബോൾ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രഭാത് കുമാറാണ്. പിന്നെ എന്താണ്, നമ്മൾ കുറച്ച് എന്താ പറയുക സ്നാക്സൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പപ്സ് ഉണ്ടാക്കിയായിരുന്നു, കാപ്പി, പിന്നെ പൊട്ടറ്റോ ബജി, പിന്നെ ഒരു ചെറിയ ടൈപ്പ് അപ്പം ഒക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലായിടത്തും നമ്മൾ നിരത്തിയൊക്കെ വെച്ചു. മോളിൽ നിന്ന് താഴത്തോട്ടെല്ലാം അങ്ങനെ എന്താ പറയുക എല്ലാം റാപ്പ് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബേബിയുടെ പപ്പനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ദീപം നല്ലൊരു കുക്കാണ്. അവൾ ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുലാബ് ജാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നതാണ് കാണുന്നത്. പിന്നെ അതുകൂടാതെ ലെമണാടെ ബട്ടർ കുക്കീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ട് നല്ലൊരു ഈവനിങ് ആയിരുന്നു എന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചെറി പ്ലക്കിങ് ഉണ്ടായിരുന്നു. എല്ലാ ഫാമിലീസും മാറി മാറി ചെറി പ്ലക്ക് ചെയ്തു. ഇതിനുശേഷം നമ്മുടെ വീഡിയോ എടുത്തിരുന്ന കഥാപാത്രമാണ് ജിജിത. ഇവളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത സമ്മറിൽ അടുത്ത സമ്മർ അതായത് ഒരു വർഷമുണ്ട്, അടുത്ത സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യണം. എന്താണ് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ, എന്ത് ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും, ഈസിലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലാതെ നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള രീതിയിലേക്കുള്ള ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ടുള്ളവർ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യും. അടുത്ത വർഷം ഇതുപോലെ ഞാൻ എത്തിയോ എല്ലാവരും ഇതുപോലെ അച്ചീവ് ചെയ്തോ എന്ന് അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സാറക്കുട്ടിയായിരുന്നു. അപ്പോൾ സാറക്കുട്ടിയോട് ചോദിച്ചപ്പോൾ സാറക്കുട്ടിക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ, പ്രത്യേകിച്ചൊന്നും അവൾ പറഞ്ഞില്ല. അതേ പ്രഭാത് പറഞ്ഞു, അതുപോലെ അഷർ പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെ ആഗ്രഹങ്ങളും പറഞ്ഞു. ഞാനും പറഞ്ഞു, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ഒരു ഗോളാണ് അവൾ ചോദിച്ചത്. എല്ലാവരും ഓരോ ഗോള് പറഞ്ഞു. ഇതെല്ലാം നടക്കണം എന്നൊന്നുമില്ല, പക്ഷേ എങ്കിൽ കൂടിയും നമ്മളുടെ ഒരു ആഗ്രഹം നമ്മൾ പറഞ്ഞു. അതിലേക്ക് എത്തിച്ചേരാൻ ഒരാളോട് അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കായിട്ട് 3-4 പേരോട് പറയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു ആഗ്രഹം വരും. ഓക്കെ, നമുക്കത് നല്ലതാണ്, അതിലെത്തിച്ചേരണം എന്നുള്ളൊരു ഉള്ളിൽ നമുക്ക് തന്നെ ഒരു ആഗ്രഹം വരുമല്ലോ. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇപ്പോൾ ബേബിയുടെ അമ്മയും അപ്പയൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടോ. എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഞങ്ങൾ പയ്യെ നടക്കാൻ പോയി. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പുഴ സൈഡിൽ കൂടി നടക്കുന്നൊരു വീഡിയോ. അപ്പോൾ ഞങ്ങൾ അതേ കൂടെയൊക്കെ നടന്നു. അവിടെയും കുറേ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. ഏകദേശം ഒരു 9 മണിയായി നമ്മൾ വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞ സമയം കേട്ടോ. വർത്തമാനം പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം. ശരിക്കും ഇതുപോലെയൊക്കെ കൂടണം, നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ കുറേ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ ഒത്തിരി നല്ലതായിരിക്കും ഇതുപോലെ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിക്കുന്നതൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.